ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ നിങ്ങളുടെ ലൈക്ക് വേണം. അതുപോലെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ചായയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തട്ടിലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഇനി ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിങ്ങനെ വെളിച്ചെണ്ണ തടവി കൊടുത്താലും എൻ്റെ ഇഡ്ഡലി തട്ടിൽ നിന്ന് നമ്മൾ ഇഡ്ഡലി എടുക്കുന്ന സമയത്ത് കുറച്ച് അതിലിങ്ങനെ പറ്റി പിടിച്ച പോലെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഒരുപാട് ഒട്ടിപ്പിടിച്ചതുപോലെയല്ല, എങ്കിൽ കൂടി ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് എല്ലാ തട്ടിലും തേച്ച് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. നമ്മളെ മാവ് കേട്ടോ, ഇഡ്ഡലിയുടെ മാവാണ്. ഇത്ര പൊങ്ങി വന്നിട്ടേ ഉള്ളൂ. ഇത് ഞാൻ ഇന്നലെ രാത്രിയാണ് അരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതേ കണ്ടില്ലേ, ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ. തട്ടിൽ വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തട്ട്, ലാസ്റ്റ് തട്ട് ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇഡ്ഡലീൻ്റെ തട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നിറയെ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ചൊരു മാറ്റം ഉണ്ടാവും ഒഴിച്ച് കൊടുക്കുന്നതിൽ. ഇനി അടുത്ത തട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ എല്ലാ തട്ടിലും വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്ന് ഇതെല്ലാ തട്ടും ചൂടായതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഓരോരുത്തർ പറഞ്ഞു തന്ന ടിപ്സാണ് കേട്ടോ. ഓരോ കൂട്ടുകാർ കമൻ്റായിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന ടിപ്സാണ്. ചൂടായതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്ന ടിപ്സാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചായ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഞാൻ മറ്റേ ലാസ്റ്റ് തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലും കൂടി നമുക്ക് ഇഡ്ഡലി ഒന്ന് പാർന്ന് കൊടുക്കാം. ഒരുപാട് നിറയെ ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ നാളികേരമൊക്കെ അരച്ച് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു കേട്ടോ, നാളികേരം ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ സാധാരണ ഒരു മുറിയാണ് ഇഡ്ഡലിക്ക് ചട്നി അരയ്ക്കുമ്പോൾ എടുക്കാറുള്ളത്. ഇന്ന് അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറ്റൽ മുളക് ഉണ്ടല്ലോ, ആ മുളകിലുള്ള കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എരി കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൂസ് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അത് കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കടുകും വെളിച്ചെണ്ണയിലേക്ക് കടുകും അതുപോലെ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ 2 പ്രാവശ്യമാണ് ജാറിലിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അതേ നമ്മളെ ചട്നിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ടിപ്സ് പറഞ്ഞു തരുന്ന കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ആ ടിപ്സ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം അവർ പറഞ്ഞു തന്നിരിക്കുന്ന ടിപ്സാണ്. സാധാരണ ഞാൻ തട്ട് ചൂടാവണതിൻ്റെ മുന്നേ തന്നെ ഒഴിച്ച് വെക്കാറുണ്ട്. ആദ്യം തന്നെ തട്ടൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് തട്ടൊക്കെ ഇഡ്ഡലി തട്ടിൽ വെച്ചതിന് ശേഷം ഒന്നിച്ചാണ് ഞാൻ അടുപ്പത്ത് വെക്കാറുള്ളത്. ഇതിപ്പോൾ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് അപ്പോഴേക്ക് നമ്മളെ ചട്നി റെഡിയായി വന്നിട്ടുണ്ട്. ഇഡ്ഡലി ആയോ എന്നുള്ളത് ഞാനൊന്ന് കത്തിയോണ്ട് കുത്തി നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ആയിട്ടില്ല, ഒട്ടിപ്പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ആയിട്ടുണ്ട് എന്നൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാനത് എടുത്തിട്ട് ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ തട്ടും ഞാൻ ഇഡ്ഡലി ചെമ്പിൽ നിന്ന് പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കമൻറ്റും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കിയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാൻ, ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലിയുടെ മുകളിലേക്കായിട്ട് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അതും കൂടെ ഈ പ്രാവശ്യം പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇഡ്ഡലിയൊക്കെ എടുക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ,
ഇങ്ങനെയാണ് എനിക്ക് കിട്ടാറ്. അത് ഇതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. വലിയ മാറ്റമൊന്നും പറയാനൊന്നും എനിക്ക് ഈ ടിപ്സുകൾ പരീക്ഷിച്ചപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും എന്തോ ഒരു ചെറിയ മാറ്റം ഫീൽ ചെയ്യണമുണ്ട് കേട്ടോ. കുറച്ചൊരു മാറ്റമുണ്ട്. കണ്ടില്ലേ എൻ്റെ തട്ടിൽ ഇഡ്ഡലി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ. അതുപോലെ തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതേ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതിങ്ങനെ ചീന്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചീന്തി എടുക്കുന്നത്. പിന്നെ ഇത് തോലും കൂട്ടി കറി വയ്ക്കാനൊക്കെ പറ്റും. തോലും കൂട്ടി കറി വയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് വേറൊരു കറിയാണ്. തൊലി കളയാതെ തൊലി ഇട്ടിട്ട് കറി വയ്ക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ തൊലി കളഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ ഈ മാങ്ങയൊക്കെ ഞാൻ തൊലി കളഞ്ഞ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് തയ്യാറാക്കിയെടുക്കാൻ പോവാം. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിന് നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കടുക് ചേർത്തിട്ടാണ് മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കുന്നത്. ഞാനിതേ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാമ്പഴപ്പുളിശ്ശേരിനെ കുറിച്ച്. അപ്പോൾ ഈ മാമ്പഴക്കറി എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിലൊക്കെ ജീരകം ചേർത്തിട്ടുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. കടുക് വറുത്തിടുക എന്നല്ലാതെ കടുക് അരച്ച് ചേർത്തിട്ടുണ്ടാക്കണതൊന്നും കാണിക്കണില്ല. അപ്പോൾ നമ്മളിതേ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പോണത് ജീരകമൊന്നും ഇല്ലാതെ കടുക് മാത്രം തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഇതിന് വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ എന്നോട് ക്ഷമിക്കുകയും വേണം കേട്ടോ. പഴുത്ത മാങ്ങ ഉപയോഗിച്ചിട്ട് കടുക് അരച്ച് ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 വിസിലടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിൽ 2 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പച്ചക്കടുകും അതുപോലെ തേങ്ങയും കൂടി അരച്ചെടുത്തതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ഇതൊന്ന് അരച്ചത് ചേർത്ത് കൊടുക്കണം. നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതേ മസാലയല്ല തേങ്ങയുടെ അരവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മളതിൽ മധുരം കുറവായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു മാങ്ങ കുറച്ച് പഴുത്തത് കുറവായിരുന്നു. ഇതിന് പകരം നമ്മളിതിന് ശർക്കരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ശർക്കര ഇട്ട് കൊടുത്താൽ പൊതുവേ നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ. പഞ്ചസാര ചേർക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കുറച്ച് പഞ്ചസാര ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഒരു പ്രശ്നവുമില്ല. പഞ്ചസാര ചേർത്താലും അതുപോലെ തന്നെയാണ്. ടേസ്റ്റിന് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ അതവിടെ ആയ സമയം കൊണ്ട് നമുക്കിത് അതിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിരിക്കുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തു. ഞാൻ കുരു കളഞ്ഞെടുത്തിരിക്കണേ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. അതുപോലെ നല്ല ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിരിക്കുന്നു. അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാനുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇത് നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിപൊളി മാമ്പഴ പുളിശ്ശേരി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പഴുത്ത മാങ്ങ കൊണ്ടുള്ള കറി ഇങ്ങനെയാണ് ഞങ്ങൾ തയ്യാറാക്കാറുള്ളത്. ഉണ്ടാക്കാത്ത കൂട്ടുകാരെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ. ചെറിയ മാങ്ങയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഇത് ഞങ്ങൾക്ക് മാങ്ങ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ കറി ആയതിന് ശേഷം നമ്മൾ മാണിത്തട്ടയുടെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അരിഞ്ഞതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അത് ഊറ്റിയെടുത്തിട്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ അങ്ങനെ അത് ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ കറിയൊക്കെ ആയതിന് ശേഷം കുറച്ച് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ലൈവ് ചെയ്യാൻ വേണ്ടി വന്നു. ലൈവ് ചെയ്തതിന് ശേഷം ഞാൻ പോയിട്ട് വേഗം പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ കുറച്ച് പെയിൻ്റ് അടിയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നിലത്തിൻ്റെ ചുമരിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള പെയിൻ്റൊക്കെ ഏട്ടനെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് എന്താ വെച്ചത് അലർജിയാണ്. കണ്ണൊക്കെ ആകെ ചുവന്ന് ഇതിൻ്റെ ആസിഡ് ഇങ്ങനെ വന്നിട്ട് കണ്ണൊക്കെ ആകെ ചുവന്നതാവും കേട്ടോ. അപ്പോൾ ഞാൻ ലൈവ് ചെയ്യായതുകൊണ്ട് ആളങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ ക്ലീൻ ചെയ്ത് തരുമല്ലോ, അപ്പോൾ അങ്ങനെ ഏട്ടൻ ക്ലീൻ ചെയ്ത് തന്നിട്ട് ഞാൻ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഞാൻ ലൈവ് കഴിഞ്ഞെത്തിയപ്പോഴേക്കും ഏട്ടൻ്റെ കണ്ണൊക്കെ ആകെ ചുവന്ന് നല്ല ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേഗം വാങ്ങിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പെയിൻ്റ് അടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ജനലാണ് ഇനി അടിക്കാനുള്ളത്. ഇത് മട്ടി പെയിൻ്റാണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അപ്പുറ ഭാഗത്തുള്ള ജനൽ പെയിൻ്റ് അടിക്കണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതും കൂടി ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതിൻ്റെ അടിയിലാണ് നമ്മളെ കുരുമുളക് ഉണ്ടല്ലോ, ആ കുരുമുളകൊക്കെ കൊണ്ട് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിയിലാണ് കേട്ടോ. അപ്പോൾ അതിൽ കുരുമുളകിലേക്ക് പെയിൻ്റ് ആവാതിരിക്കാനൊക്കെ അങ്ങനെ ആവുന്നൊന്നുമില്ല, എന്നാലും തെറിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അടിയിൽ പേപ്പറൊക്കെ വിരിച്ചിട്ട് ആണ് പെയിൻ്റ് അടിക്കുന്നത്. ഇതേ കണ്ടില്ലേ, പേപ്പറൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചോറുണ്ട് കേട്ടോ. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് അപ്പൂസൊക്കെ ഉറങ്ങി. അങ്ങനെ അതിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ കാണാനുണ്ടായിരുന്നു. അതൊക്കെ കുറച്ചൊക്കെ കണ്ടു കേട്ടോ. എല്ലാവരുടെയും ഒന്നും കണ്ട് കഴിഞ്ഞിട്ടില്ല, അതൊക്കെ കാണുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നമ്മൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് മാവ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വരാനൊക്കെ വരികയാണ് കേട്ടോ. പിന്നെ ഇടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തോ മനസ്സിലോർത്തും കൊണ്ടാണ് ഇങ്ങനെ അടിച്ചു വരണത്. അപ്പോൾ ഇത്രയും പൊടി പാറുന്നതൊന്നും ഞാൻ സത്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ മഴ വരുമ്പോഴേക്കും നമ്മൾ ഈ മുറ്റം അടിച്ചു വരിയതിന് ശേഷം അവിടെ വെള്ളം വീഴുന്നിടത്ത് ചാക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. കുറച്ച് ചുക്കുവെള്ളം ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിറകൊക്കെ പാളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.